ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റിൽ നല്ല കുറുകിയ ചാറോട് കൂടി തേങ്ങയൊന്നും അരയ്ക്കാണ്ട് കടലയോ അരച്ച് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറുത്ത കടലേൻ്റെ റെസിപ്പി ആട്ടോ. കറുത്തതല്ല, മറ്റേ വെള്ളക്കടലയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന കടല നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക. കടല ഒരു മിനിമം 7-8 മണിക്കൂറെങ്കിലും കുതിർത്തിയിട്ട് വെച്ചിട്ട് വേണം കറി വെക്കാനായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. വാഷ് ചെയ്തെടുത്ത കടല നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പോളം കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3-4 ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കടലയിലൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കടലേൻ്റെ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 5 പ്രഷർ വിസിലാണ് കേൾപ്പിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിലും. ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലയ്ക്കും ഓരോ വേവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൻ്റെ വിസിലിന് വ്യത്യാസവും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 വിസിലാണ് ഞാൻ കേൾപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിസിലൊക്കെ മാറി ഓപ്പൺ ചെയ്തപ്പോഴേക്കും കറക്റ്റ് പാകത്തിന് കടലയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ഈ കുറുകിയ ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൈസ് പൗഡറിൻ്റെ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുവാണ്. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടി കുറച്ച് വെള്ളത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ചല്ല, ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ചെറിയൊരു വെള്ളത്തിൽ അതൊന്ന് മിക്സ് ആകാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ആക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് മറ്റൊരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 2-3 വറ്റൽ മുളകും ഇതുപോലെ 2-3 പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാള കട്ടാക്കിയത് ഇട്ട് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് അത്യാവശ്യം വഴണ്ട് വരണം. ആ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് നല്ല വഴഞ്ഞിട്ട് നല്ല രീതിയിലായിട്ട് വരണം. കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കടലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് മാത്രം ഈ തക്കാളിയൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ളൊരു ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റ്, അത് ഇതിലേക്കിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളവും കടലയും എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പൊടികളൊക്കെ ഈ കടലയിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് തിക്കാക്കി എടുക്കണോ അത്രത്തോളം നമുക്കിതൊന്ന് കുക്കാക്കിയിട്ട് ഈ ചാറ് തിക്കാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒരു മണവും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.